ഏടി എന്താ പണി? ആ റുക്കിയേ എന്താടി ഈ വൈക്ക്? ഞാൻ എന്റെ അടുത്തേക്ക് വെച്ചിട്ട് വന്നാടി. എന്റെ പെണ്ണ് പെറ്റേ, അപ്പൊ അതിന്റെ മുട്ടായി ആയിട്ട് ഇറങ്ങിയതാണ്. തന്നെ മാഷാ അള്ളാ. എന്തായാലും ഒരു കേടുപാടും കൂടാതെ കഴിഞ്ഞിട്ടില്ല. ഈ 4 മുട്ടായി ഏറ്റ നേരം വിളിക്കുമ്പോ തന്നെ പോന്നിക്കണു ജി. ഞാൻ ഈ മുട്ടായി ഏറ്റ് ഇറങ്ങിയൊന്നല്ല, ഞാൻ പെണ്ണിന്റെ വിവരം എന്തെങ്കിലും കിട്ടിയോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാടി. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസമായില്ലേ. എന്താ പെണ്ണിന്റെ പാടുന്നൊന്നും അറിയായിട്ടേ എനിക്കൊരു സമാധാനം ഇല്ല. ആടിയോള് വിളിച്ചീന്ന്, കൊഴപ്പൊന്നും ഇല്ലാന്നാ പറഞ്ഞ് കേട്ടത്. അമ്മായിമ്മൊക്കെ പാവാന്ന് എന്നോട് പറഞ്ഞു. ഇപ്പൊ 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. എന്തായാലും ഒക്കെ സുഖാവട്ടെ. ഓള് വിളിച്ചീന്നാ? ഇന്നലെ വിളിച്ചതാണ്, ഇന്ന് വിളിച്ചിട്ടില്ല. ആ എന്തായാലും നടക്കട്ടെ, നല്ലപോലെ തന്നെ ആവട്ടെ ജീവിതമൊക്കെ. മറ്റോനേച്ചിട്ട് മനസ്സിലിട്ടുകാട് നടക്കേന്നീല്ലേ. ഇപ്പൊ ഓനായിട്ട് എന്താണാവല്ലേ പാട്. ഒന്നും അറിയില്ലടി, ഒക്കെ നേരായാ മതി. എന്തായാലും നല്ലപോലെ അത് കഴിഞ്ഞു കൊടുട്ടോ രണ്ടാളും കൂടി. ഇന്നടി മുട്ടായി. അതെന്നെ പറഞ്ഞത്. ഇജ്ജ് വാടി ഔത്തേക്ക് നടക്കേ. അത് സാരില്ലേടി, ഞാൻ ഇപ്പൊ അത് പോവാണ്. പണിയോളൊന്നും കഴിഞ്ഞിട്ടില്ലേ. എന്നാ ഞാൻ എന്റെ അടുത്തേക്കൊന്ന് വന്നുങ്ങാണ്ടാണ് പോവാച്ചിട്ടാ. ഞാൻ ജമീൽ താത്താടി വേണം 2 മുട്ടായി കൊടുക്ക. എപ്പോഴും ചോദിക്കും പെണ്ണിന് എന്താ പാട്, പെണ്ണ് പെറ്റോന്നൊക്കെ. അപ്പൊ ഞാൻ അവിടെയും കൂടി ഒന്ന് പോവാണ്ട്. ഒന്നും പറയണ്ടടി, നിന്ന് തിരിയാൻ അങ്ങോട്ട് സമയം കിട്ടിയിട്ടില്ല. ഓട്ടം തന്നെ ഇനി 4 ദിവസം. ആ കല്യാണത്തലേന്നും കല്യാണത്തിനും വന്നിട്ട് പോയതല്ലേ ഞാൻ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, സമയം കിട്ടായിട്ടാണ്. അപ്പോത്തിന് ഓളെ ആസ്പത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കലും പ്രസവവും എല്ലാം കൂടി ആയിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. അതാ പിന്നെ ഇങ്ങോട്ട് വരുമൊന്നും ചെയ്യാൻ. ഇനി കൊറേ ഉണ്ട് അടിച്ചൊളിച്ച് തിരുമ്പാനും ഒക്കെ ഉണ്ട് കൊറേ കെടുക്കണ്. ഞാൻ അതൊക്കെ ചെയ്യും വേണം. അതൊരു പാവാണ്, അതെല്ലാരോടും ചോദിക്കും. ഇനിയിപ്പൊ ഇന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കും എന്താ പാടുന്നൊക്കെ. അതങ്ങനെയാണ്. എന്തായാലും എന്റെ പണിയോള് നടക്കട്ടെ മോളെ. ഇക്കും ഉണ്ട് കൊറേ പണിയോള്. എന്റെ ഫോണാണ് അടിക്കണത്. ഇന്ന് പോയി എടുത്തോ, ഞാൻ ഇന്നാട് പോട്ടെ. ആടി പെണ്ണേക്കാരം. ഞാനട് പോയോക്കട്ടെ. പെണ്ണ് ഫോൺ അടിച്ചിട്ട് എടുക്കാനും പറ്റിയിട്ടില്ല. ഇപ്പൊ ആണ്ട് വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല. ഇപ്പൊ എന്തേലും പണിക്ക് പോയിട്ടുണ്ടാവും. ഇതൊന്നും ഉണങ്ങി കിട്ടിയിട്ടുമില്ല. ഹലോ ഉമ്മ. നേരത്തെ വിളിച്ചപ്പോഴേ ഞാൻ റുക്കിയാത്താനായിട്ട് വർത്താനം പറയുന്നു. അപ്പൊ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അടിച്ചപ്പോ ചെറുക്ക പോയി. അപ്പൊ ഞാനൊന്ന് മുറ്റടിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോയിരുന്നു. പിന്നെ റുക്കിയാത്താന്റെ മോള് പ്രസവിച്ചത്രേ, അതിന്റെ മുട്ടായി ആയിട്ട് വന്നതാണ് രാവിലെ. പിന്നെ ഞാൻ വരണ്ട ഒരു ദിവസം കുട്ടീനെ കാണാനൊക്കെ ആയിട്ട്. എന്താ ഉമ്മാന്റെ കുട്ടിയുടെ പാട്? ഇജ്ജ് ഇന്നലെ വിളിക്കാറ്റിക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. അത് ശരി. ഞാനല്ലേ ഇന്നലെ രാവിലെ വിളിച്ചത്. വൈകുന്നേരല്ലേ ഞാൻ വിളിക്കാതിരുന്നിട്ടുള്ളൂ നിങ്ങക്ക്. അത് രാവിലെ അല്ലേ വിളിച്ചത്. എന്നെ ഇങ്ങനെ കണ്ടിരുന്നിട്ടേ ഇപ്പൊ എന്റെ സൗണ്ട് കേൾക്കാതെ വെച്ച എന്താ ഇപ്പൊ കാട്ടുക. ഒക്കെ ശരിയാവും. അല്ല ഓലെവിടെ? ഓലാണ്ട് ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ് കണ്ടു പോയിന്ന്. കൊറച്ചു കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. തന്നെ കുട്ടിക്ക് അവിടെ സുഖല്ലേ? എന്റെ അമ്മായിമ്മൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു റുക്കിയാത്ത. തന്നെ അവിടെ ഇപ്പൊ ആരൊക്കെയാ ഉള്ളത്? ഇവിടെ ഇപ്പൊ ഞാന്, ഇമ്മയും നാത്തൂനും പിന്നെ ഇക്കയും. ഓളായിട്ടൊക്കെ നല്ലപോലെ നിന്നോളുണ്ട് ഉമ്മാന്റെ കുട്ടിട്ടാ. അതൊക്കെ ശരിയായിക്കോളും. ആദ്യം ഒരു മരുമോൾ ഉണ്ടായിരുന്നല്ലേ, അപ്പൊ ചിലപ്പോ ഓളായിട്ട് കമ്പനി ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഓൾക്ക് എന്നെ ഇതാക്കാൻ വേണ്ടിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും. അതൊന്ന് ക്ഷമിക്കും ഉമ്മാന്റെ കുട്ടി. വേറെ എന്തൊക്കെയാ എന്നിട്ട്? പണികളൊക്കെ കഴിഞ്ഞാ? പണികളൊക്കെ ഇങ്ങനെ കഴിയണ്. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. തുള്ളി കഞ്ഞിയുടെ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അത്ര തന്നെ. ഞാനേ 4 പുറം ആകെ പുല്ല് മുളച്ചിരിക്കണ്. കല്യാണത്തിന്റെ ശേഷക്ക് നേരാക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അതൊക്കെ നേരാക്കാണ്. ആയിക്കോട്ടെമ്മ, ഞാൻ പിന്നെ വിളിക്കണ്ട്. ശരി. ഉമ്മാന്റെ കുട്ടി ചായ എന്തേലും കുടിച്ചിട്ട് അവിടെ ഇരുന്നോളി. ആയിക്കോട്ടെ, വിളിക്കണട്ടാ. ഉമ്മ ഇങ്ങനെ വിളിച്ചിട്ട് അതൊരു ഇഷ്ടക്കേടാവും എനിക്ക്.
ആയിക്കോട്ടെ, ഒന്ന് വെച്ചാളിന്നാല്. വലൈക്കും അസ്സലാം. പാവം ഉമ്മാക്ക് ഒരു സമാധാനം ഉണ്ടാവൂല, ഒറ്റക്കായി അതവിടെ. എന്റെ കുട്ടിക്ക് അവിടെ സുഖാണെന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് സമാധാനായി. എന്റെ കുട്ടിയും കൂടി ഒന്ന് നേരായി കിട്ടണം അവിടെ പോയിട്ട്. ഇമ്മ ചായ ആയാ? ഓ വന്നാ ഫോണുമ്മ കളിയൊക്കെ കഴിഞ്ഞിട്ട്. എടിയാണൊക്കെ എന്തെങ്കിലും ഒന്ന് അടുക്കളയിൽ സഹായിച്ചാ വരിക. ഞാൻ തന്നെ കിടന്ന് ഇങ്ങനെ ഇടങ്ങാറാവണം. നിങ്ങളെ മരുമോളില്ലപ്പ അവിടെ, എന്താ ഓളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നിങ്ങക്ക്? ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. ഞാൻ ആ കുട്ടിനെ കൊണ്ട് എങ്ങനെ ഇപ്പൊ തന്നെ പണിയോട് എടുപ്പിക്കുക? കല്യാണം കഴിഞ്ഞിട്ട് ആകെ 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പൊ അതിന് തന്നെ ഞാൻ അതിനെ കൊണ്ട് പണിയെടുപ്പിക്കുക. പിന്നെ ഇജുണ്ടല്ലോ, ഇജ് എന്തിനെങ്കിലും എന്റെ പിന്നാലെ കൂടുവോ? ഞാൻ തന്നെ അല്ല ഇതൊക്കെ ചെയ്യേണ്ടത്. ചായ കടിയൊക്കെ അത് ഉണ്ടാക്കി വെച്ചിരിക്കണു, വേണം എടുത്ത് കുടിച്ചോ. അല്ലോളൊന്നും നീച്ച് വന്നിട്ടൊന്നുമില്ല. ഓള് നീച്ച് മുറ്റൊക്കെ അടിച്ചോരി തന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ റൂമിൽ പോയിരുന്നോ കുറച്ചേരം എന്ന് പറഞ്ഞപ്പോ ആണ് പറഞ്ഞയച്ചതാ. ഇജ്ജ് പോയിട്ട് ഓളോണ്ട് വിളിച്ചോടുന്ന ചായ കുടിക്കാന്, എല്ലാവർക്കും ഒരുമിച്ചിരുന്നാണ്ട് കുടിക്കാം. ആ പിന്നെ മറ്റേ പെണ്ണിനോട് എടുത്തിന് പോരൊക്കെ ഇനിയിപ്പൊ ഇവളോട് ഉടുക്കണാവോ. ഓളെ വട്ടം കറക്കിക്കോളും. ഒന്നോ നമ്മള് ശല്യം സഹിക്കാൻ വേണ്ടി അതേന്ന് പറഞ്ഞ് പോയിക്കണത്. അപ്പൊ ആരെങ്കിലും പറഞ്ഞാ വിശ്വസിക്കോ? പിന്നെ എന്റെ മകളല്ലേ വിചാരിച്ചിട്ട് ഞാൻ മുണ്ടാ നിൽക്കണം. എന്നോടൊന്ന് നീച്ചു വരാന്. പിന്നെ എങ്ങനെ ഈ റൂമിന്റെ ഉള്ളിൽ ഇരിക്കണോന്നും ശരിയല്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ 4-5 ദിവസമായില്ല കല്യാണം കഴിഞ്ഞിട്ട്. ഇനിയിപ്പൊ അടുക്കളയിൽ കയറിച്ചിട്ടൊന്നും വരുമൊന്നുമില്ല. ഇമ്മ എന്നോട് പറയാൻ പറഞ്ഞതാണ്, എന്നോട് അധികം നേരം ഒന്നും റൂമിൽ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂലെന്ന്. ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നീച്ചു വരാൻ എന്തൊക്കെ പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുമ്മ. ഉമ്മ, ഞാൻ ഉമ്മാക്കൊന്ന് ഫോൺ വിളിക്കായിരുന്നു, അത് അങ്ങോട്ട് വരാതിരുന്നേ. ഇനിയിപ്പൊ എന്താ, അമ്മക്ക് വിളിച്ചോളുണ്ട്. ഉമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അവിടെ. അനക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാണ് പോവും ചെയ്യാം. എന്നാ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാ. ഓനക്കൊന്നും ആവുന്നൊരു കുഴപ്പമുണ്ടാവൂല, ഇക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവളുണ്ടല്ലോ ഇവിടെ. ഇവളെ കുട്ടികൾ ഏതായാലും ഇവിടുന്ന് സ്കൂൾക്കൊക്കെ പോണത്. ബസ് ഇവിടെ വരുമല്ലോ. അപ്പൊ നമുക്ക് 4 ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ ഒപ്പം പോയി നിക്കാം. ഒന്നും വേണ്ടമ്മ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയിക്കൊണ്ട്. ഞാനെന്തെങ്കിലും ചെയ്യാ? ഇജൊന്നും ചെയ്യൊന്നും വേണ്ട. ഞാൻ ഇനി ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചെത്തിയോന്നല്ല. ചായ കുടിക്കുക, ഇവിടെ എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിക്കുക. രാവിലെ പോയതല്ലേ, ഇനി ചെലപ്പോ നേരം മുമ്പേക്കാരം വരാന്. അതങ്ങനെ തന്നെയാണ്. കൂട്ടുകാരന്മാരിച്ച ഭയങ്കര ഇഷ്ടാണ് ഓരോ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ. ഇപ്പൊ കല്യാണത്തിന് കുറച്ച് പൈസ ഒക്കെ ഒരു സഹായിച്ചിരുന്നു. അപ്പൊ കൊടുക്കാൻ വേണ്ടിട്ട് പോയതേക്കാരം. പറഞ്ഞിരുന്നു എന്നോട് പോണെന്നൊക്കെ. എന്നാ ചായയും കടിയൊക്കെ ആ ടേബിളുമ്മ കൊണ്ടുവച്ചിരുന്നു ഞാൻ, അടുത്ത് കുടിക്കാം നമ്മക്ക്. ഷാജി ഒന്ന് അവിടെ നിക്കട്ടാ, ഇജ്ജ് പോവല്ലേ. എന്താ നിങ്ങക്ക്? അല്ലടി, ഇജ്ജോളെ പണിയെടുക്കാൻ വേണ്ടിട്ട് വിളിച്ചെത്തിയതാ. ഇജ്ജൊന്നും പറഞ്ഞിട്ടുണ്ടാവൂല. അന്റെ മറ്റേ സ്വഭാവം ഇവിടെ എടുക്കണ്ടട്ടാ. മറ്റേ പെണ്ണിനോട് തീർക്കുന്നത് ഇവളോട് മര്യാദക്ക് വർത്താനം പറഞ്ഞോണ്ട്. ഇതൊരു പാവാണെടി. ഒന്ന് കഴിഞ്ഞ എന്റെ ആങ്ങളുടെ പെണ്ണുങ്ങളല്ലേ, നല്ലപോലെ പെരുമാറ്. നല്ലൊരു പച്ച പാവാണ് അത്. ഇങ്ങനത്തെ ഒന്നിനെ കിട്ടിയ തന്നെ ഭാഗ്യം. ഇനി ഓളെടുത്ത് എന്റെ സ്വഭാവം ഇറക്കാണെന്നുണ്ടെങ്കിലേ എന്റെ ആങ്ങളെ വന്ന് എന്നെ തച്ചാണ് കൊല്ലും. പിന്നെ ഇവിടുത്തെ ഈ നൃത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഗെയ്യും എന്റെ. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ ഇന്നെ തൊടൂല.
പെണ്ണാണെങ്കി ആണ്ട് പോവന്നെ ഇല്ല ഓലോർക്ക്. അവിടെ ചെന്ന് എന്തേലും പണിയോട് എടുക്കേണ്ടി വരൂലേ, അത് വിചാരിച്ചിട്ടാണ്.